അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ സന്തോഷം. പിന്നെ ലീഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തത് എൻ്റെ ആദ്യത്തെ 2 അറ്റംപ്റ്റും ഞാൻ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഗൈഡൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് നന്ദു, അപ്പോൾ നന്ദു ആണ് ആദ്യമായിട്ട് എന്നെ ലീഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. അത് ഇവിടെ പ്രിലിംസ് കില്ലർ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പ്രിലിംസിന് വേണ്ടി. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ പേര് റൗണ്ട് ടേബിൾ ഡിസ്കഷൻ. ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷന് എന്ന് പറയുന്നൊരു നോവൽ കാര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ലീഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഇടയാകുന്നത്. ലീഡിൻ്റെ ആ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ഇഷ്ടമായി. അതിനുശേഷം പിന്നെ മെയിൻസ് കില്ലറിലും സ്പെഷ്യലി അനൂപ് സാറിൻ്റെയും ശരത് സാറിൻ്റെയും, ഇപ്പോൾ അനൂപ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെംപ്ലെറ്റ്സ്, പുള്ളിയുടെ ആ ടെംപ്ലെറ്റ് വഴി എങ്ങനെ ആൻസർ എഴുതാം. ശരത് സാറിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ്, എല്ലാ ദിവസവും ഡെയിലി ആൻസർ റൈറ്റിങ്ങിൽ ഏറ്റവും അവസാനം പുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടൻറ് ഇല്ല എങ്കിലും എങ്ങനെ ചിന്തിച്ച് ആൻസർ എഴുതാം എന്നുള്ളത് പുള്ളി പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അനൂപ് സാറിൻ്റെ അതിൻ്റെ ഒരു ഓറിയൻറ്റേഷനും ശരത് സാറിൻ്റെ ഗൈഡൻസും എല്ലാം എനിക്ക് ത്രൂ ഔട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പാരൻസ്, ഫ്രണ്ട്സ്, ഈ പ്രിപ്പറേഷൻ സൈക്കിളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേര്, എൻ്റെ ടീച്ചേഴ്സ്, ഇവരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിൽ. എല്ലാത്തിനും വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.